വളരെ ഇഷ്ടമുള്ള ഒരു ഇറച്ചിയാണ് കേട്ടോ കക്കിറച്ചി. വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഇത് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അമ്മാതിരി പണിപ്പെട്ട പണിയാണ്. ഇതിൽ ഈ കാട്ടൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ എത്ര ടൈമാണ് വേണ്ടി വരിക. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പണിപ്പെട്ടിരുന്ന് മുഴുവനും കളഞ്ഞെടുത്തു. ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല ടൈം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. എന്നാൽ നല്ല വൃത്തിക്ക് തന്നെ കഴുകി നല്ല പോലെ രണ്ട് കൈയും വെച്ചിട്ട് തന്നെ ഇളക്കി കഴുകിയേക്കുന്ന കേട്ടോ. അപ്പോൾ നല്ല പോലെ കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കഴുകണമെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ കഴുകി നല്ല പോലെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ഇത് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇട്ടിട്ട് നല്ല പോലെ വെട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കക്ക കഴുകി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടിട്ട് നല്ല പോലെ വേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് തുറന്നും അടച്ചും വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടച്ചു വയ്ക്കുക, പിന്നെ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ അടച്ചു വയ്ക്കുക. അങ്ങനെ ഇത്തിരി ടൈം എടുക്കും. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏകദേശം വേവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ചിട്ട് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ആക്കണം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളമില്ലാത്ത ലെവലിൽ വേണം ആക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റുവാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കലത്തിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. നിർബന്ധമൊന്നും ഇല്ലാത്ത ഈ കലം തന്നെ എടുക്കണമെന്ന്, പക്ഷെ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ട് ഉലുവയും അതേപോലെ കടുകും പൊട്ടിച്ച് കുറച്ച് പെരിഞ്ചീരകവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വേപ്പിലിടുന്നുണ്ട്. പിന്നെ ഇടുന്നത് വറ്റൽമുളക് 4-5 എണ്ണമാണ് ഇടുന്നത് കേട്ടോ. ഇനി നീളത്തിൽ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി പച്ചമുളക് 3-4 എണ്ണം ഞാൻ നടുകെ കീറിയിട്ടുണ്ട്, അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ളി, ചെറുള്ളിയാണ്, ഒരു 15-20 എണ്ണം ഉണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് അതിൽ ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഒന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടും. അപ്പോൾ അത് മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അതും കൂടി ഇട്ടൊന്ന് ഇളക്കുവാണ്. ഇനി ഒരു സവാള അരിഞ്ഞതുണ്ട്, നീളത്തിൽ അരിഞ്ഞത്, അതും കൂടി ഇട്ട് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല പോലെ ഒന്ന് ഇളക്കി അതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുത് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത്രയും കൂടി പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. നല്ല പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കക്കിറച്ചിയും കൂടി ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മീതേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതുണ്ട്, അത് തുണ്ടിട്ടാൽ മതി. അത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റെങ്കിലും അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, നമ്മൾ ഇത് ഫുള്ള് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ, അടി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ കക്കിറച്ചി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കക്കിറച്ചി അത്യാവശ്യം നല്ല എരിവ് കുറച്ച ലെവലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര എരിവെന്നൊന്നും പറയാനില്ല, കാരണം എരിവ് ഉണ്ടാവും ഓൾറെഡി, എന്നും പറഞ്ഞ് ഭയങ്കര എരിവിലൊന്നുമല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ള എരിവിൽ തന്നെ ചെയ്തേക്കുന്നത്. അതിൽ എല്ലാം അത് ഉള്ളിയും സവാളയും എല്ലാം കൂടി ഒരു മിക്സ് വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായി കേട്ടോ.